ചിത്രീകരിക്കാൻ എളുപ്പമാണ്. കർണാടകയിലെ കന്നഡ മക്കളുടെ ഇടയിൽ മഹദനിയെ ഭീകരനായി ചിത്രീകരിക്കാൻ ഇവർക്ക് എളുപ്പമാണ്. മഹദനി അറിയുന്ന മലയാളികളുടെ ഇടയിൽ മഹദനിയെ ഭീകരനായി ചിത്രീകരിച്ച് ജയിലിലടക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഒരു തടിയന്റെ വിട നസീറിന്റെ പേര് പറഞ്ഞ് മഹദനിയെ വേട്ടയാടിയവർ നാം ആലോചിക്കേണ്ടത്, ഈ തടിയന്റെ വിട നസീറിന്റെ പേരിൽ കേരളത്തിൽ ഒരുപാട് കേസുകളുണ്ട്. എന്റെ മഹദനിയെ ആ കേസുകളിലൊന്നും കേരളത്തിൽ പ്രതിയാക്കിയില്ല. കേരളത്തിൽ ആ കേസുകളിലൊന്നും എന്റെ മഹദനി പ്രതിയാകാതെ പോയത് കർണാടകയിൽ ഏതോ പാതിരാത്രിയിൽ പൊട്ടിയ ഒരു പടക്കത്തിന്റെ പേരിൽ മഹദനിയെ കൊണ്ടുപോയി രാജ്യദ്രോഹിയായി ഭീകരവാദിയായി ജയിലിലടക്കാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുത്ത ആളുകളുണ്ട്. അവരെ ഇന്ന് നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. 1998 മഹദനിയുടെ അറസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശശിമാർ മുതൽ കുഞ്ഞാലിക്കുട്ടിമാർ വരെയുള്ളവരുടെ കരങ്ങളെ കുറിച്ച് ശേഖരൻ മിനിയോടന്റെ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ത്യ വിഷൻ ചാനൽ പുറത്തു കൊണ്ടുവന്നു. എന്താ ശേഖരൻ മിനിയോടൻ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്താണ്? അജിതയെ പോലെയുള്ള ഒരു ഭീകരവാദി, മഹദനിയെ പോലെയുള്ള ഒരു ഭീകരവാദി, അജിതയും മഹദനിയും ഭീകരവാദികളാണ്. ഈ ഭീകരവാദികൾ ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിൽ ഒന്നിച്ച് സമരത്തിനിറങ്ങാൻ പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ശേഖരൻ മിനിയോടൻ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇന്ത്യ വിഷൻ ആ സത്യവാങ്മൂലം പുറത്തു കൊണ്ടുവന്നു. ഈ സത്യവാങ്മൂലത്തിലൂടെ ഈ ക്രൂരമായ നരവേട്ടയ്ക്ക് പിന്നിൽ, ഈ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിന് പിന്നിൽ